ജയ് ഹനുമാൻ ജ്ഞാനഗുണസാഗർ, ജയ് കബീഷ തിഹലോക ഉജാഹർ. മഹാവീര ഹനുമാന്റെ ധൈര്യവും വീരവും പിന്നെ അദ്ദേഹത്തിന്റെ പരാക്രമണത്തെക്കുറിച്ച് എല്ലാവരും പുകഴ്ത്താറുണ്ട്. എന്നാൽ ഇന്ന് പ്രഭു ശ്രീരാം ആ വീരാഞ്ജനേയരെ പുകഴ്ത്താനല്ലാതെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം പറയാനായി വിളിച്ചു വരുത്തി. രാവണൻ മാതാവ് സീതയെ അപഹരിച്ചു പോയപ്പോൾ മുതൽ പ്രഭു ശ്രീറാം വളരെ വിഷമത്തോടെ ജീവിച്ചിരുന്നു. അദ്ദേഹം തന്റെ വാനരപ്പടയോടൊപ്പം സീതാമാതാവിനെ അന്വേഷിച്ച് അവരെല്ലാവരും കടലിന്റെ കരയിൽ എത്തിച്ചേർന്നു. രാവണൻ മാതാ സീതയെ അപഹരിച്ച് അവരെ ലങ്കയിലേക്കും കൊണ്ടുപോയിരുന്നു. ശ്രീരാം ആഞ്ജനേയരോട് ലങ്കയിലേക്ക് പോകാൻ പറഞ്ഞ് ആജ്ഞാപിച്ചു. ഹനുമാൻ തന്റെ പ്രഭുവായ ശ്രീരാമന്റെ ആജ്ഞ കേട്ട് ഒരുപാട് സന്തോഷത്തോടെ ലങ്കയിലേക്ക് പോകാനും തയ്യാറെടുത്തു. അദ്ദേഹം ഈ സന്തോഷകരമായ വാർത്ത തന്റെ വാനരന്മാരായ സുഹൃത്തുക്കളോട് പറഞ്ഞു. ചങ്ങാതി, ഇത് എന്റെ സൗഭാഗ്യമാണ്. പ്രഭു രാമൻ അദ്ദേഹത്തിന് സേവ ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ഹേ പവനപുത്ര, ഇത് നിന്റെ സൗഭാഗ്യം തന്നെയാണ്. എന്നാൽ മാതാ സീതാവിനെ അന്വേഷിക്കുന്നത് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അതെ ജനികുമാർ, രാവണന്റെ ആ സ്വർണ്ണ ലങ്ക വളരെ ആപത്തേറിയതാണ്. ശത്രുവിന്റെ ആ മായാജാല നഗരത്തിൽ നീ മാതാ സീതയെ എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തും? ജയ് ശ്രീരാം, ഈ വാക്യം എനിക്ക് വഴികാട്ടിത്തരും. ഞാൻ നിഷ്പ്രയാസമായി ലങ്കയിലും എത്തിച്ചേരും. ഞങ്ങൾക്ക് നിന്റെ ശക്തിയിൽ സംശയമില്ല. എന്നാൽ നീ ഈ കടൽ എങ്ങനെ മറികടക്കും? അതുമാത്രമല്ല, ഈ കടലിന്റെ ഉള്ളിലും മായാജാല ശക്തികളൊക്കെ ഉണ്ടത്രേ. നിന്റെ ഈ യാത്രയെ വേണമെങ്കിൽ അത് തടസ്സപ്പെടുത്താം. ഹനുമാന് ആ തടസ്സങ്ങളെല്ലാം അകറ്റാനറിയാം. എന്റെ ഗദ ഉപയോഗിച്ച് എനിക്ക് എല്ലാ തടസ്സങ്ങളും തുടച്ചു മാറ്റാൻ കഴിയും. ജയ് ശ്രീരാം. ഹനുമാൻ ഒരുപാട് ഉത്സാഹത്തോടെ വളരെയധികം ശ്രദ്ധാഭാവത്തോടെ ലങ്കയിലേക്ക് പറന്നുകൊണ്ടേ പോയി. എല്ലാ വാനരന്മാരും ഹനുമാൻ നല്ല രീതിയിൽ പോയി തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. മഹാബലി ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് സമുദ്രദേവൻ, അതായത് കടലിന്റെ ദേവനോട് ഈ വിശാലമായ കടൽ കുറച്ചു സമയം കൊണ്ട് തന്നെ മറികടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹനുമാൻ തന്റെ ഈ ആഗ്രഹം വെളിപ്പെടുത്താൻ വേണ്ടി സമുദ്രദേവന്റെ സമീപത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു. വരുണദേവ, കടലിന്റെ ഈ വശത്ത് പ്രഭുവിന്റെ പുണ്യഭൂമിയായ ഭാരതമുണ്ട്. കടലിന്റെ മറുവശത്ത് വളരെ ക്രൂരമായ ഹത്യാചാരി രാവണന്റെ ലങ്കയുമുണ്ട്. ദയവ് ചെയ്ത് താങ്കൾ അനുഗ്രഹിച്ച് ലങ്കയിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരൂ. ജയ് ശ്രീരാം. ഹനുമാൻ ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ടേ ലങ്കയെ നോക്കി അദ്ദേഹം പറന്നു പോവുകയും ചെയ്തു. വായുപുത്രൻ ഹനുമാൻ വായുവിന്റെ വേഗത്തിൽ വിശാലമായ കടലിന്റെ മുകളിൽ ആകാശത്തിലൂടെ പറന്നുകൊണ്ട് ലങ്കയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ലങ്കയിലേക്ക് പോകുമ്പോൾ തന്നോട് തന്നെ ഇങ്ങനെ സംസാരിച്ചു. ഈ നീണ്ട കടൽ എപ്പോൾ തീരുമെന്ന് നമുക്ക് മനസ്സിലാകുന്നതേയില്ല. ഇതിന്റെ തുടക്കം മാത്രം മനസ്സിലാകുന്നുണ്ട്, എന്നാൽ അവസാനം മനസ്സിലാകുന്നില്ല. നമ്മുടെ രാമൻ ധൈര്യം തന്നതുകൊണ്ട് ഈ ദൗത്യവും നാം ഏറ്റെടുത്തു. ഇത് ഉറപ്പായും എന്റെ ആത്മവിശ്വാസത്തെ തൃപ്തിപ്പെടുത്തും. ഹനുമാൻ ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്ന് ജപിച്ചുകൊണ്ടേ വിശാലമായ കടലിന്റെ മുകളിലൂടെ ആകാശത്തിൽ പറന്നുകൊണ്ട് വായുവിന്റെ വേഗത്തിൽ ലങ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഏതോ ഒരു രാക്ഷസിയുടെ ചിരി ശബ്ദം കേട്ടത്. അദ്ദേഹം അത്ഭുതത്തോടെ എല്ലാ വശങ്ങളിലും നോക്കി. പിന്നെ അത്ഭുതത്തോടെ ഇങ്ങനെ ചോദിച്ചു. ഇത് ആരുടെ അട്ടഹാസമാണ്? ആരെവിടെ? ആരാണവിടെ? ഉറപ്പായും ഇതേതോ മായാജാല ശക്തിയാണ്. നമ്മെ അത് ഭയപ്പെടുത്താൻ നോക്കുന്നു. എന്നാൽ ഈ ഹനുമാൻ ആര് വന്നാലും പിന്നോട്ട് പോകില്ല. രാക്ഷസിയുടെ ഈ ചിരിശബ്ദം കൂടി വന്നുകൊണ്ടേയിരുന്നു. ഹനുമാൻ ഒരിടത്തും നിൽക്കാതെ കടലിന്റെ മുകളിലൂടെ ആകാശത്തിൽ പറന്നുകൊണ്ടേ പോയി. എന്നാൽ പെട്ടെന്ന് ആ കടലിൽ നിന്ന് ഒരു ഭയാനകരമായ വലിയ ഒരു രാക്ഷസി വെളിയിൽ വന്ന് അവൾ ഹനുമാന്റെ മുൻപിൽ വഴി തടഞ്ഞു. നീ എവിടേക്കാണ് സഞ്ചരിക്കുന്നത് ഹനുമാൻ? ആരാണ് നീ? എന്നെ നിനക്ക് എങ്ങനെ അറിയാം? ഞാനാണ് മായാവിയായ ഭൂതം സർസ. എന്റെ മായവല നിന്നെ ഇപ്പോൾ നിന്റെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ഹേ മായാവി രാക്ഷസിയെ,
നീ നമ്മുടെ ശത്രുവേയല്ല. നമ്മുടെ വഴിയിൽ കുറുകെ വരരുത്. എനിക്ക് ഒരുപാട് നാളായി വിശക്കുന്നു. ഇപ്പോൾ നീയാണ് എന്റെ ഭക്ഷണം. ഹേ സുർസ, വിശന്നു നിൽക്കുന്നവരുടെ വിശപ്പകറ്റിയാൽ നമുക്ക് പുണ്യം കിട്ടും. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാമൻ പറഞ്ഞതുകൊണ്ട് നാം ലങ്കയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മെ വിടൂ. ഇല്ല, ഞാൻ നിന്നെ പോകാൻ വിടില്ല. വഴിയിൽ നിന്നും മാറൂ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നതാണ്. നീയും എന്റെ ദേഷ്യത്തെ പേടിക്ക്. നീ എനിക്ക് ഭക്ഷണമായി മാറൂ ഹനുമാൻ. സുർസ ഹനുമാനെ പേടിപ്പിക്കാൻ വേണ്ടി തന്റെ മായാവി ശക്തികളെല്ലാം കാണിച്ചു. അവൾ ഹനുമാന് നേരെ ഒരു മായ വലയും വീശി. എന്നാൽ ഹനുമാൻ അത് നിഷ്പ്രയാസമായി തടഞ്ഞു. ഉടനെ സുർസ തന്റെ മായാജലം കൊണ്ട് തീ വരുത്തിച്ച് ഹനുമാനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഹനുമാനോ ആ തീഗോളങ്ങൾ കഴിച്ചു. ഹനുമാൻ സുർസയുടെ ഈ മായാജാലത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സുർസയോടൊത്ത് മായാജാല യുദ്ധം ചെയ്താൽ നമ്മുടെ സമയം പാഴായി പോകാം. അതുകൊണ്ട് ബലം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് നാം വിജയിക്കണം. നീ എന്താണ് ചിന്തിക്കുന്നത് ഹനുമാൻ? സുർസ, നിന്നോട് യുദ്ധം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നാം നിന്റെ ഭക്ഷണമായി മാറാൻ പോകുന്നു. അങ്ങനെ വഴിക്ക് വാ. നമ്മുടെ വിരാട രൂപം നീ ഇപ്പോൾ കാണാൻ പോകുന്നു. അതിനുശേഷം എന്നെ ഭക്ഷണമായി നിനക്ക് കഴിക്കാം. എന്റെ വലിയ രൂപത്തെ നീ കഴിച്ചാൽ 1 വർഷമായാലും നിനക്ക് വിശക്കില്ല. അത് നന്നായി. നിന്റെ ശരീരത്തെ പോലെ തന്നെ എനിക്കെന്റെ വായ വലുതാക്കാൻ പറ്റും. ഹനുമാൻ സുർസയുടെ മുൻപിൽ നിന്ന് തന്റെ ശരീരം വലുതാക്കി മാറ്റി വളരെ വലിയ രൂപത്തിലേക്ക് മാറി. സുർസയും അപ്പോൾ തന്റെ വായ വലുതാക്കി. എന്നാൽ ഹനുമാൻ അദ്ദേഹത്തിന്റെ രൂപം പെട്ടെന്ന് ചെറുതാക്കി മാറ്റി സുർസയുടെ വായ്ക്കകത്തേക്ക് കയറി. അങ്ങനെ ആ രാക്ഷസിയുടെ വായ മുഴുവനും ചുറ്റിക്കണ്ടിട്ട് വന്നു. ഹനുമാൻ, നീ വളരെ ബുദ്ധിപരമായി. ബ്രഹ്മദേവന്റെ വരം നിറവേറ്റി. ഇനി ഞാൻ എന്റെ സ്വയരൂപത്തിൽ വന്ന് നിന്നെ കാണാം. രാക്ഷസി സുർസ തന്റെ രൂപം മാറ്റി ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി ഒരു ദേവനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളാരാണ്? ഞാനാണ് നാഗമാതാവ്. നാം ആകാശലോകത്തിന്റെ ദൈവമാണ്. ഇരുവർക്കും പ്രണാമം. ദേവന്മാരുടെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ സുർസയുടെ രൂപത്തിൽ വന്ന് മായാജാലം കാണിച്ചത്. ഹാം പവനപുത്ര, നീ സീതയെ തേടി ലങ്കയിലേക്ക് പോവുകയല്ലേ? അവിടെ രാവണന്റെ ശക്തിയായ മായാജാല ശക്തി നിന്റെ മുൻപിൽ വന്നു നിൽക്കും. ആയതിനാൽ സമസ്ത ദേവതകളും നിന്റെ ബലവും അറിവിനെയും പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. നീ ഇതിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹനുമാൻ. നന്ദി നാഗമാതാവേ. ലങ്കയിലേക്ക് പോകാൻ അനുവദിച്ചാലും. ജയ് ശ്രീറാം. ഹനുമാൻ, നീ നിന്റെ യാത്രകളിൽ വിജയിക്കട്ടെ. ഹനുമാൻ വീണ്ടും ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് കടലിലൂടെ ആകാശത്ത് സഞ്ചരിച്ച് ലങ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഹനുമാൻ സുർസയുടെ എല്ലാ മായാജാലങ്ങളെയും തോൽപ്പിച്ച് വേഗത്തിൽ ലങ്കയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. വഴിയിൽ വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ആ വിശാലമായ കടൽ മറികടക്കുന്നതിൽ ഹനുമാൻ വിജയിതനായി. അങ്ങനെ ലങ്കയിലേക്ക് പോയി തന്റെ ശക്തി കാണിച്ച് മാതാവ് സീതയുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ലങ്കയിൽ നിന്നും അദ്ദേഹം ശ്രീരാമന്റെ അടുത്തേക്ക് വന്നു. പിന്നെ രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് മാതാവ് സീത പറഞ്ഞ വാർത്തകളെ കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട് വാനരന്മാർ എല്ലാവരും ഹനുമാന്റെ ഈ വീരത്തെ പ്രശംസിച്ചു.